Okay, dear ones, welcome back to the class. So what were we doing in the first period? Yeah, we were reading the two sentences. I see 6 big ships. And the second sentence, the fox sits on the box. Okay. So, just to take you a notebook. നമുക്കതൊരു പ്രാവശ്യം ഹോംവർക്ക് എഴുതി വെക്കാം അതിനുശേഷം വായിപ്പിക്കാം മിസ് കേട്ടോ. Take your notebook. Take your notebook, a new page, and put today's date. Take a new page and put today's date. I see 6 big I see 6 big ships. I see 6 big ships. I capital ആണ് 3 വരയിലും മുട്ടണം. I see 6 big ships. ബാക്കിയെല്ലാം small letters ആണ്. Your handwriting should be neat. Letters small letters should not go out of 2 lines, okay? Except G, B and P and so on. ആ വരയിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കണേ. I see 6 big ships. Just once only you write. Only once you write. ഒറ്റ പ്രാവശ്യം മാത്രം എഴുതുക. എന്നിട്ട് ആ പേജ് after the class complete ചെയ്യാം. പറഞ്ഞെഴുതണേ മക്കളെ. You should say the word when you write. When you write I, you have to say I. Then S-E-E, see. 6, S-I-X, 6. B-I-G, big. S-H-I-P-S, ships. I see 6 big ships. I see 6 big ships. Homework ആണ്. ഇതാ പേജ് ഫുൾ എഴുതണം. അടുത്ത സെന്റൻസ് അടുത്ത പേജിൽ. The fox sits on the box. The fox sits on the box. The fox sits
on the box. The fox sits on the box. Two pages എഴുതണം. Okay. And homework ഇത് രണ്ടും ഓരോ പേജ് എഴുതുക. Then the cursive writing copy. Okay. Cursive writing bookലെ ഒരു പേജ്. Okay. I see 6 big ships. Second one, the fox sits on the box. The fox sits on the box. Did you finish writing? Aramal, did you finish? Aramal എഴുതിയോ? Okay. എല്ലാവരും എഴുതിയില്ലേ? Okay. Then, up to where did you reach your cursive writing? Up to which page? Cursive writing നിങ്ങൾ ഏത് പേജിൽ എത്തി ഓരോരുത്തരും? Cursive writing. Okay, which letter? കുറച്ച് പേര് A. A എത്തിയതേ ഉള്ളൂ? Okay, alone. Okay, alone B ആണെന്ന് തോന്നുന്നു അല്ലേ? തിരിയുന്നില്ല എനിക്ക് ശരിക്കും. Okay. Okay, okay. Okay. Alone ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഒരു മിനിറ്റ്. Alone ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ചെയ്തോ? എന്തോ? ക്യാപിറ്റൽ ബി ആണോ? ഓക്കെ. എന്തോ കേൾക്കാം, പറഞ്ഞു. ക്യാപിറ്റൽ ബി. ബി അല്ലേ? ബി എഴുതണം. ഓക്കെ. അപ്പോ ക്യാപിറ്റൽ ബി എഴുതിയിട്ടുണ്ട് അല്ലേ? ഇനി സ്മോൾ ബി എഴുതണമെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക്. എല്ലാവരും എവിടെ വരെയാണോ എത്തിയേക്കുന്നത്? ഇഷാൻ, where did you reach? Please unmute and tell me. B. B. Okay.
Okay. So ഇന്നെല്ലാവരും സ്മോൾ ബി എഴുതി കംപ്ലീറ്റ് ചെയ്യണേ കേട്ടോ. ഓക്കെ അല്ലേ? ആൻഡ്രോസ് ജിയോ മോളെ എവിടെ എത്തിയോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ക്യാപിറ്റൽ ലെറ്റർ ബി ആണ്. Capital letter B. ഓക്കെ മോളു, ഗുഡ്. അപ്പോ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ക്യാപിറ്റൽ ലെറ്റർ ബി എത്തിയിട്ടുണ്ട്. അവിടെ എത്താത്തവര് എഴുതണേ. ആരോമിൽ എന്താ മോനെ? പ്ലീസ് അൺമ്യൂട്ട്. Smallest. Miss capital letter B ആണ് എഴുതണ്ടേ? ആ ബിയും എഴുതി സ്മോൾ ബിയും കൂടി എഴുതണം കേട്ടോ, എങ്കിലേ ഇവരുടെ ഒപ്പം എത്തുള്ളേ. അവിടം വരെ എത്താത്ത മക്കൾ എല്ലാവരും 2 പേജൊക്കെ നിങ്ങൾക്ക് എഴുതാനുണ്ടെങ്കിൽ എഴുതി. എല്ലാവരും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ എല്ലാവരും സ്മോൾ ലെറ്റർ ബിയിൽ എത്തിയിരിക്കണം കേട്ടോ. അവിടം വരെ എത്താത്തവര് അടുത്ത ക്ലാസ്സിൽ കയറുമ്പോ സ്മോൾ ലെറ്റർ ബി വരെ എല്ലാവരും എത്തണേ. ഓക്കെ. എന്തോ ആരോ പറയുന്ന കേട്ടുള്ളോ? എന്തേ ആരോമല എന്താ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറ പെട്ടെന്ന്. ക്യാപിറ്റൽ ലെറ്റർ ബി എഴുതാൻ പിന്നെ അത് ഇട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ലല്ലോ മിസ്. മിസ് ഓരോ പേജ് പറയുന്നുണ്ടായിരുന്നല്ലോ. അടുത്ത ക്ലാസ്സിൽ ഒരു പേജ് എഴുതാന്ന് പറഞ്ഞിട്ട് എല്ലാവരും എത്തി അവിടം വരെ. മിസ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് എ ആണ്. എയോ? ആ അത് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ മിസ് അടുത്ത പേജ് എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാ ക്ലാസ്സിനും എഴുതിന് മിസ്സേ. എഴുതി. എന്നിട്ട് എവിടെ എത്തിയിട്ടുള്ളൂ? സ്മോളസ്റ്റ് ബി ആണ്. സ്മോൾ ലെറ്റർ എ എത്തിയിട്ടുള്ളൂ. അപ്പൊ ഇവര് ഭൂരിപക്ഷം ആൾക്കാരും ബി എഴുതി. അടുത്ത ക്ലാസ്സിൽ അവര് സ്മോൾ ലെറ്റർ ബി എഴുതും. അപ്പൊ ഒരു പേജ് കൂടി എഴുതിയാൽ മതി കേട്ടോ. സമയമുണ്ടല്ലോ, എഴുതിയ ഒപ്പം എത്തിക്കോ കേട്ടോ. എന്തോ ക്യാപിറ്റൽ ലെറ്റർ ബി ആരും ഇതുവരെ ഗ്രൂപ്പിൽ ഇട്ടില്ലായിരുന്നു. എല്ലാരും സ്മോൾ ലെറ്റർ ആയിരുന്നു. അത്ര വരെ എത്തി. എല്ലാ ക്ലാസ്സിലും എഴുതി ഇട്ടായിരുന്നു. അതെല്ലേ? എല്ലാവർക്കും അതാവാനേ സാധ്യത. അതെല്ലേ? അപ്പൊ അപ്പൊ ഒരു കാര്യം ചെയ്തോ, അവിടം വരെ എത്താത്തവരും ഉണ്ട്. നമുക്ക് എന്നാലേ ഈ ആഴ്ചയിൽ 2 പേജ് എഴുതാം. ആയിക്കോട്ടെ. നമുക്ക് അന്നേരം എല്ലാവരും ഒന്നിച്ചാവുമല്ലോ. ഓക്കെ. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ കയറാം മക്കളെ. ക്ലാസ്സിലോട്ട് കയറാമേ. ഓക്കെ. So once again just look at the sentence. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയ സെന്റൻസിൽ നോക്കിക്കേ, എന്നിട്ട് വായിച്ചേ. Keep your finger on the notebook. I see 6 big ships. വായിച്ചേ. I see 6 big ships. അപ്പോ അടുത്ത ക്ലാസ്സിൽ ഡിക്റ്റേഷൻ വേർഡ്സ് ഓൺ വെനസ്ഡേയിലെ ഡിക്റ്റേഷന്റെ വാക്കുകൾ മിസ് പറയാണ്. 6 ഓക്കെ. ഒരു വാക്ക് 6 ആണ്. അടുത്തതോ ബിഗ്, BIG ബിഗ്. പിന്നെയോ ഷിപ്പ്, SHIP ഷിപ്പ്. ഓക്കെ. അടുത്ത ക്ലാസ്സിലെ ഡിക്റ്റേഷന്റെ 3 വാക്കുകളാണ് 6 ബിഗ് ഷിപ്പ്. ഓക്കെ. യു ഹാവ് ടു നോട്ട്. ഓക്കെ. എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കണേ. 6 ബിഗ് ഷിപ്പ്. ഈ 3 വാക്കുകൾ അടുത്ത ക്ലാസ് ഡിക്റ്റേഷൻ ഉണ്ട്. രണ്ടാമത്തെ സെന്റൻസിൽ the fox sits on the box. Fox and box. FOX fox, BOX box. 5 words you got. Okay. These 5 words spelling you have to study and come in the next class. Okay. Ready ആണോ മക്കളെ? നിങ്ങൾ പഠിക്കുവോ? Yes. Good. Very good. Okay. Now roll number 14. Let me see who is roll number 14. Aaron Binoy. Class ഒക്കെ ആയിട്ടുണ്ടോ എന്ന് മിസ് നോക്കട്ടെ. Aaron Binoy.
ആരോൺ ബിനോയ്. ആരോൺ ബിനോയ് ക്ലാസ്സിൽ കയറിയിട്ടില്ലാന്ന് തോന്നുന്നു. Aaron Binoy is not seen. Avinash Prakash, roll number 15. Avinash, please unmute Manu. Sorry. Avinash. Okay. Avinash, please unmute. Big Sheeps. Okay. അടുത്തത്. The sits on the box. Very good, Midukan. Okay. Next is Bhavayami. Yeah, Bhavayami, Molly, please unmute. Right. See seats, big sheep. Good. Second one. The fox sits on the box. Very good. Good girl. Bhavika Sunil. Yeah, Bhavika is here. Please unmute Molo. Bye, Joe. I see 6 big ships. Okay, next. The fox sits on the box. Yes, good. Okay, good girl. Next, Christo John Sijobi. Yeah, brilliant. Okay, Monia Christo, please unmute. Hey, കൈ രണ്ടും ഇവിടുന്ന് എടുത്തേ. ഇവിടെ ഇരിക്കുന്ന രണ്ട് കൈയും എടുത്തേ. ഇനി ആ കുഞ്ഞി കൈ ആ ബുക്കിലോട്ട് വെച്ചേ. I see this sauce. This is the boss. The boss. വായിച്ചോ? രണ്ടാമത്തേത് വായിച്ച മിസ് കേട്ടില്ല. The fox sits on the box. Land. Okay. Midukan, good. Christy Jeans. Okay, Christy Joseph. Christy Kutta, please unmute. Okay. Unmute ചെയ്തേ മോനെ Christy Joseph. വായിച്ചോ? I see. Sheep. Okay. രണ്ടാമത്തെ സെന്റൻസ് നോക്കിയേ. The fox sits on the box. Midukan, very good. Okay.
Devapriya. Next. Devapriya മോളെ unmute ചെയ്തേ. വായിച്ചോ. I see. Say അല്ല see. Sits. Big. Ships. Okay. Next one. The fox. Sits on the bed. box. Okay. Good. Okay. Dhanalakshmi. Dhanalakshmi, let me see. Yeah, Dhanalakshmi is there. Please unmute, Modu. Unmute. Is big Sheeps. Okay. Second sentence. in the Sits. sits on the bus. Good. Okay. So next is Dhyan. Dhyan. Let me see where is Dhyan. Okay. Dhyan is not seen. Okay, Dhyan class കേട്ടിട്ടില്ലാന്ന് തോന്നുന്നു. Edwin Joseph. Edwin, okay. Manu, please unmute Edwin. വായിച്ചോ. Edwin unmute ചെയ്തില്ലേ? ചെയ്. വായിക്കേ. Please read. I see. Big. Ships. On the bus. Okay, good. Okay, Manu, good. Good boy. Okay. Yelon Ullas. Yelon is here. Okay, please unmute, Manu. Okay. I see. Please read. I see. Manu. Ships. Okay. The fox. The fox. I see. Six big ships. The fox. Sits on the box. Manu, on the box എന്ന് പറയണ്ട. Box, sit അങ്ങനെ പറയണ്ട കേട്ടോ. അങ്ങനെ വായിക്കണം. The fox sits on the box. Box അങ്ങനെ പറയല്ലേ. പറഞ്ഞേ മോനെന്ന് പറഞ്ഞേ. The fox sits on the box. Okay, Manu, good. Okay. Okay. Fiona Maria Shins. ക്ലാസ് കയറിയിട്ടുണ്ടോ നോക്കട്ടെ മിസ്. Fiona is not seen. Gianna ഉണ്ട്.
Please unmute മോളെ ജിയോണെ. ഇത് വായിച്ചോ. വായിക്ക്. I see 6 big six. good. Next one. അടുത്ത sentence വായിച്ചേ. The horse sits on the box. മിടിക്കുക കേട്ടോ. മിടിക്കുക. Okay. So up to roll number 30. Up to roll number 30 നമ്മൾ ഇന്ന് വായിച്ചു. ഓക്കെ, ബാക്കിയുള്ളവർക്ക് അടുത്ത ക്ലാസ്സിൽ മിസ് ചാൻസ് തരും വായിക്കുന്നതിന് കേട്ടോ. Up to roll number 30 we have read. Others will get the chance in the next class. So you got the homework plan. You have got the homework now, and the dictation words also you got it. Now let me take your attendance. Okay. Shansa Fatima. Shansa Srishna K. Srishna കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയില്ലായിരുന്നല്ലോ അല്ലെ മോളെ? ഫസ്റ്റ് ക്ലാസ്സിൽ. Srishna, please unmute. Srishna unmute ചെയ്തേ. മോള് കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയായിരുന്നോ? കയറിയായിരുന്നോ? കയറിയിരുന്നു. ഓക്കെ. ഇഷാൻ, അമ്ന ഫാത്തിമ, ആൻഡ്രോസ് ജിയോ, ലക്ഷ്മി അഭിലാഷ്, അർജുൻ രാജേഷ്, യലോൺ ഉല്ലാസ്, ധനലക്ഷ്മി, അയോൺ സാബിൻ, ജിയോണ തെരേസ്, ക്രിസ്റ്റോ ജോൺസ് ജോബി, ക്രിസ്റ്റി ജോസഫ്, അഭിരാമി സജിത്, ആരോമൽ, സമാജന, അവിനാഷ് പ്രകാശൻ, ദേവപ്രിയ, ഭാവയാമി, എഡ്വിൻ ജോസഫ്, അലോൺ ജോസഫ്, ഗൗരിനന്ദ, ഇർഷാദ് എമ്മൻ, ഷംന ഷെറിൻ,
Nahla Fatima. Nahla Fatima. Okay. Anaya Rose. Irshad Eman. മോളോടെ ഹാൻഡ് കാണിക്കുന്നുണ്ട്. എന്താ മോളെ? പ്ലീസ് അൺമ്യൂട്ട്. പറ. ആ. എന്താ മോളെ? മാറിപ്പോയി. മഹദിയ. ഓക്കെ 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 മനസ്സിലായി. ഓക്കെ ഓക്കെ. Anaya Rose. Okay. Bhavika. Parvana. Adina. Nigel. Avedya. Okay. Nazim Muhammad. Okay. Angel. Jasmine. Okay. Okay. Okay, so everything is clear now. You got the homework. You have to write the cursive writing, and you got 5 words for the dictation. Okay. So is there anything any doubt is there for you? Do you have anything to ask? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ? എന്താ അവിടെ ഷൻസ ഫാത്തിമാസ്? Please unmute and tell me. ടീച്ചറെ സിയാന്റെ പേര് വിളിച്ചിട്ടാ. സിയയുടെ പേരല്ലേ? ഷൻസ ഫാത്തിമ സിയാൻ. ഓക്കെ. അവന്റെ പേര് ഒപ്പം പഠിക്കയില്ല. ഇവിടെ ഒന്നിച്ചെന്നെ ഇരിക്കുന്നേ. അതെ അല്ലേ? ആ. ഓക്കെ. Anything for anybody else? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? മിസ് പേര് വിളിച്ചതിലോ എന്തെങ്കിലും? അപ്പൊ ഹോംവർക്ക് ചെയ്യുമ്പോ മക്കളെ you have to take time and write. Okay, notebook should be very neat. ഹോംവർക്ക് എഴുതി മിസ്സിന് ഫോട്ടോ ഇട്ട് തരണം കേട്ടോ. ഗ്രൂപ്പിൽ ഇടണേ. നൈജൽ എന്താണ് അവിടെ? പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് ടെൽ. ഹോംവർക്ക് തന്നില്ലേ മോനെ? ആദ്യം തന്നെ തന്നില്ലേ മിസ്? ഇന്ന് നമ്മൾ വായിച്ച 2 സെന്റൻസുകളും എവിടെ പോയി നൈജൽ? മിസ് നൈജല് കഴ്സീവ് റൈറ്റിംഗില് ഈ എ മാത്രമേ എത്തിയിട്ടുള്ളൂ. മോനെ അവനെ കൊണ്ട് എഴുതിപ്പിക്കണേ. ഇവര് സ്മോൾ ലെറ്റർ ബി ഇനി എഴുതാൻ പോകുന്നത്. അവിടം വരെ ആയിട്ടുണ്ട്. അപ്പൊ ഒറ്റ ഇരിപ്പിൽ എഴുതിപ്പിക്കണ്ട. അവനെ കൊണ്ട് അടുത്ത ദിവസം കുറേശ്ശെ വെച്ച് എഴുതിപ്പിച്ചാൽ മതി. അടുത്ത ഇനിയിപ്പം വെനസ്ഡേ ആകുമ്പോഴേക്ക് തീർക്കണമെന്നില്ല. നെക്സ്റ്റ് മൺഡേ ആകുമ്പോഴത്തേക്കും എത്തിച്ചാൽ മതി അവിടം വരെ കേട്ടോ. മിസ് കൊറേ പിള്ളേര് ഡി വരെ എത്തിയിട്ടുണ്ടല്ലോ. അതിപ്പോ എന്താ ചെയ്യണ്ടേ മോനെ? അവര് ഫാസ്റ്റ് ആയിട്ട് പോകുന്നല്ലേ. നമുക്ക് സ്മോൾ ലെറ്റർ ബി വരെ എത്താം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഒന്നിച്ച് ഫാസ്റ്റ് ആയിട്ട് പോയവരോട് നിൽക്കാൻ പറയാം, വെയിറ്റ് ചെയ്യാൻ പറയാം. അത് ചില കുട്ടികൾ എഴുതും, ഒറ്റ എഴുത്തിൽ അവരങ്ങ് വേഗം എഴുതും. അങ്ങനെയുള്ള കുട്ടികളുണ്ട്, അവരത് എഴുതി പോകുന്നതാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ നിങ്ങൾക്ക്?
Okay, no other doubts. So you have to read the textbook. Okay, ഈ ഒരു ഹോംവർക്ക് കൂടെ മിസ് തരുന്നുണ്ട് 5 times. 5 പ്രാവശ്യം വായിക്കണം ടെക്സ്റ്റ് ബുക്ക് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോഴോ your finger should be there on the textbook. ഫിംഗർ വെച്ച് വേണം വായിക്കാനായിട്ട്. റീഡ് ലൗഡ്ലി, ഒച്ചത്തി വായിച്ച് വീട്ടിലുള്ള എല്ലാവരും കേൾക്കാവുന്ന ഭാഗത്തിൽ ഒച്ചത്തി വായിക്കണം. യെസ്. സോ ദെൻ ഷാൽ വി വൈൻഡ് അപ്പ്? ഇനി ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? So no other doubts. So okay then, bye. See you the next class. Take care. Okay. Do the homework well, study well, read the textbook. Okay. Cursive writing. Good.